നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ UDFിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ചെയർമാൻ പ്രിയപ്പെട്ട കമാൽ എം മാഖീൽ ഈ വേദിയിലേക്ക് നമ്മുടെ UDFിൻ്റെ കൺവെൻഷനകത്തേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മുടെ കേരളം എല്ലാ കാലത്തും സ്നേഹവായ്പകളോടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ശ്രീ ജി സുധാകരൻ, പ്രിയപ്പെട്ട KPCC വൈസ് പ്രസിഡന്റ് ശ്രീ A ഷുക്കൂർ XMLA, പ്രിയപ്പെട്ട റഫീഖ് ഖാൻ, ശ്രീ രാജൻ ബാബു XMLA, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ് AM നസീർ സാഹിബ്, KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, UDFിൻ്റെ പ്രഗത്ഭനായ നേതാവ് അഡ്വക്കേറ്റ് രാജശേഖരൻ, അഡ്വക്കേറ്റ് ജേക്കബ് ഇബ്രഹാം, പ്രിയപ്പെട്ട ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി മോളി ജേക്കബ്, പ്രിയപ്പെട്ട അഹമ്മദ് അമ്പലപ്പുഴ, പ്രിയപ്പെട്ട വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന തോമസ് ചുള്ളിക്കൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, എത്രയും പ്രിയപ്പെട്ട അമ്പലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളം ഉറ്റുനോക്കുന്നൊരു യോഗമായിരിക്കും ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സവിശേഷമാർന്ന ശ്രദ്ധ ഈ യോഗത്തിനുണ്ടാകാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജി സുധാകരൻ്റെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവുമാണ്. കേരളം ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നേരിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് വീണ്ടും ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷോപലക്ഷം ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ അഹോരാത്രം കഷ്ടപ്പെടുമ്പോൾ അമ്പലപ്പുഴയിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യം രാഷ്ട്രീയ രംഗത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇത് നമ്മളാരും ഉണ്ടാക്കിയ സാഹചര്യമല്ല. ചിലരൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഒരുപാട് 6 മാസമായി 1 വർഷമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇത്. ഞാൻ ജി സുധാകരനെ പരിചയപ്പെട്ടത് KSU പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അന്ന് KSU പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഞാൻ കേരള സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു, അദ്ദേഹം സിൻഡിക്കേറ്റിലും അംഗമായിരുന്നു. അപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥികളെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിനു വേണ്ടിയിട്ടും സിൻഡിക്കേറ്റിന് മുമ്പാകെ അല്പം ശക്തമായിട്ട് വാദിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവായിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത്. അതിനുശേഷം അദ്ദേഹം കായംകുളം MLA ആയിരുന്നു, ഞാൻ ആലപ്പുഴ MLA ആയിരുന്നു. 2 ചേരിയിൽ ശക്തമായിട്ട് അദ്ദേഹം എന്നെ നിശിതമായി വിമർശിക്കാറുണ്ട്, പാർട്ടിയെ നിശിതമായി വിമർശിക്കാറുണ്ട്, മുന്നണിയെ നിശിതമായി വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയപരമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെല്ലാം തമ്മിലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര സുതാര്യമായിരുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാവരും സമ്മതിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ അലങ്കാരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്, പച്ചയായ ഒരു മനുഷ്യനായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിട്ടുണ്ടെന്നുള്ളത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും നമ്മളെല്ലാം അംഗീകരിച്ചിട്ടുള്ള സത്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിയോജിപ്പിൻ്റെ ഒരുപാട് മേഖലകൾ നമ്മളൊക്കെ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിയമസഭക്കകത്തുണ്ടായിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ജി സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന സുതാര്യമായിട്ടുള്ള ഒരുപാട് നല്ല വഴക്കങ്ങളെ, രാഷ്ട്രീയ പ്രവർത്തന നല്ല വഴക്കങ്ങളെ നമ്മളെല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാവായിരിക്കുമ്പോഴെല്ലാം തന്നെ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് സുധാകരൻ വീണ്ടും അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നായിരുന്നു. അദ്ദേഹം
സ്ഥാനാർത്ഥി ആയില്ല. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് നമ്മളാരും പ്രതികരിക്കാൻ പോയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, അമ്പലപ്പുഴയിലെ ജനങ്ങൾ സുധാകരൻ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായി വരുമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജനങ്ങളുടെ ആഗ്രഹമല്ലല്ലോ, പിണറായിയുടെ തീരുമാനമാണല്ലോ CPM നടപ്പാവുന്നത്. ജനങ്ങളുടെ ആഗ്രഹം മാത്രമല്ല, പാർട്ടി സഖാക്കളുടെ ആഗ്രഹവും അവിടെ നടക്കില്ല. അവിടെ ഒരാൾ മാത്രമേ തീരുമാനിക്കുള്ളൂ. ആ തീരുമാനമേ അവിടെ നടപ്പാവുള്ളൂ. ഇത് ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ്. അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അദ്ദേഹം ഒന്നും പറയാതെ പാർട്ടിയോടൊപ്പം നിന്നു. 5 വർഷക്കാലം അദ്ദേഹം പൊതുജീവിതത്തിലുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഞാൻ പറയാൻ കന്ന കാരണം, മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഒരുപാട് നാളായിട്ട് അദ്ദേഹം ഭരണകക്ഷി മന്ത്രിയായിട്ട്, MLA ആയിട്ട്, കേന്ദ്രമന്ത്രിയായിട്ട്, അദ്ദേഹം കേരള മന്ത്രിയായിട്ട് ഒരുപാട് വർഷം ആലപ്പുഴയുടെ പൊതുജീവിതം, ഞാൻ 96-ൽ വന്ന കാലം മുതൽ ഞങ്ങളൊക്കെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാരുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധവും അടുപ്പവും ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അസുഖമായി കിടക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട്. കാരണം അദ്ദേഹത്തെ ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്ത് താമസിക്കാറുള്ളൂ. ഞാനിപ്പോൾ സുധാകരൻ നിർത്തിക്കൊണ്ട് പറയല്ല, അസുഖമായി കാണാൻ പോയപ്പോഴൊന്നും ഞങ്ങൾ 1 മിനിറ്റ് രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. സത്യത്തിൽ സുഖവിവരങ്ങൾ അന്വേഷിച്ചു പോയി. പക്ഷെ ഇന്നലെ പുതിയൊരു കഥയുണ്ടാക്കിയപ്പോൾ ഇത് 6 മാസക്കാലത്തായ ഗൂഢാലോചനയാണ്. സുധാകരനെ അടർത്തിയെടുത്ത് കൊണ്ടുവരാൻ. അടർത്തിയെടുത്താൽ വരുന്ന ഒരു പരുവത്തിലുള്ള നേതാവല്ല സുധാകരൻ. ഒന്ന് ആദ്യം മനസ്സിലാക്കണം. സുധാകരൻ്റെതായ അഭിപ്രായങ്ങളുണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഞങ്ങൾ ഒരാളെ പിന്തുണക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിക്കുന്ന ആളുടെ, പിന്തുണക്കുന്ന ആളുടെ അസ്തിത്വം മുഴുവൻ നശിപ്പിച്ച് ചണ്ടിയാക്കിയിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, UDF. ഇത് പരസ്പരമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് വരെ ഞാൻ ധരിച്ചിട്ടില്ല അമ്പലപ്പുഴയിൽ അദ്ദേഹം, നിങ്ങൾ ആരും ധരിച്ചിരുന്നു എനിക്കറിയില്ല, അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നുണ്ടെന്ന്. സ്ഥാനാർത്ഥിയാകാൻ പ്രഖ്യാപിച്ചു അദ്ദേഹം. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നത് വരെ കാത്തിരുന്നിട്ടാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവോൾവ് ചെയ്തു. അമ്പലപ്പുഴയിൽ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നു. ഞങ്ങള് UDF, ഐക്യജനാധിപത്യ മുന്നണി വളരെ തയ്യാറെടുപ്പെടുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ മണ്ഡലം. അമ്പലപ്പുഴ മണ്ഡലം സത്യത്തിൽ പറഞ്ഞാൽ സുധാകരൻ ഇപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അമ്പലപ്പുഴ മണ്ഡലം ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു എന്നുള്ളതാണ്, UDF മണ്ഡലമായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങ് വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയതാണ് അത് സത്യത്തിൽ. അതാണ് സത്യം. സുഗതൻ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. എനിക്ക് എല്ലാ പാർലമെന്റ് ഇലക്ഷനിലും നല്ല ഭൂരിപക്ഷം തരുന്ന മണ്ഡലമാണ്. ഇപ്പോഴത്തെ പുതിയ അമ്പലപ്പുഴ മണ്ഡലം എന്ന് പറഞ്ഞാൽ പഴയ എൻ്റെ ആലപ്പുഴയുടെ പകുതി അതിനകത്തുണ്ട്, മുനിസിപ്പൽ ഏരിയ മൊത്തം. അപ്പൊ സുധാകരനിലൂടെ CPM അമ്പലപ്പുഴയിൽ ജയിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുടെ പുറത്ത് ഒരു കടുത്ത തീരുമാനമെടുത്ത് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു 2021 അമ്പലപ്പുഴയിലെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യം, അന്ന് നടക്കാതെ പോയ കാര്യം, 2026 അദ്ദേഹം മത്സരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് UDF-ന്റെ നേതാക്കന്മാർക്കിടയിൽ ചിന്തയുണ്ടായി. അത് സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ ചിന്തയുണ്ടായി, പ്രാദേശിക നേതാക്കന്മാരുടെ ഇടയിൽ ചിന്തയുണ്ടായി. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ 2 പ്രഗത്ഭരായ KPCC നേതാക്കൾ, ശ്രീ A ഷുക്കൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം പോയോന്നറിയില്ല, വൈസ് പ്രസിഡന്റ്, പാർട്ടി എന്ത് ഉത്തരവാദിത്വം എപ്പോൾ പറഞ്ഞാലും എല്ലാം മറന്ന് പാർട്ടിയുടെ കൊടി പിടിച്ച് നടക്കുന്ന ഒരാളാണ് ശ്രീ ഷുക്കൂർ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. M ലിജു
കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബൂത്തിലും മണ്ഡലത്തിലും എല്ലായിടത്തുമായിട്ട് എം ലിജു പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ആദ്യം സംസാരിച്ചത് അവരോട് 2 പേരോടുമാണ്. അപ്പോൾ അവർ 2 പേരും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ UDF എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യം വന്നപ്പോൾ ഞാൻ അവരെ പാർട്ടിക്ക് വേണ്ടി UDFന് വേണ്ടി അങ്ങേയറ്റം സല്യൂട്ട് ചെയ്യാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. അവർ 2 പേരും പറഞ്ഞു, ജി സുധാകരനെ പോലുള്ള ഒരാൾ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ച് അവിടെ എന്തായാലും BJP ഒരു ചതുഷ്കോണ മത്സരത്തിന് വേദിയൊരുക്കി ഇടതുപക്ഷത്തിന് അവസരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ 2 പേരുടെയും യുനാനിമസ് ആയിട്ടുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് അപ്പോഴാണ് സുധാകരനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണ്, നിങ്ങൾ പിന്തുണ തന്നാൽ വളരെ സന്തോഷം, ആ പിന്തുണ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച്, സംസ്ഥാന തലത്തിൽ എല്ലാവരും ആലോചിച്ച് അമ്പലപ്പുഴയിൽ UDFൻ്റേതായിട്ടുള്ള കോൺഗ്രസിൻ്റെതായിട്ടുള്ള ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, നമ്മുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ച് ശ്രീ ജി സുധാകരനെ വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മാന്യതയെ ഞാൻ നോക്കിക്കാണുകയായിരുന്നു. അദ്ദേഹം സ്വതന്ത്രമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചില്ല, ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു, സാഹചര്യങ്ങൾ വിശദീകരിച്ചു, തീരുമാനം പ്രഖ്യാപിച്ചു. കാരണം എനിക്കറിയാം സുധാകരൻ്റെ മനസ്സിൽ ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ താൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അവഹേളിക്കാനോ മോശമാക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ സത്യത്തിൽ കേരളം വേദനിച്ച ഒരു പരാമർശമാണ് നടത്തിയത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. താമരശ്ശേരി ബിഷപ്പിനോട് പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന ഗോപാലകൃഷ്ണനോട് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രൻ, സ്വന്തം VSന്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രൻ പിന്നീട് മുന്നണി മാറി ഇപ്പുറത്ത് വന്നപ്പോൾ കൊല്ലത്ത് വെച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ പദപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന പദപ്രയോഗങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ശ്രീ ജി സുധാകരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ഡിക്ഷണറി പരതിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇന്നലെ AK ബാലൻ്റെ പ്രസ്താവന കണ്ടത് ചെറ്റത്തരവും ചെറ്റയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിജയരാഘവൻ പറയുന്നത് കേട്ടാൽ തോന്നും വളരെ ചാരുതയുള്ളൊരു പ്രയോഗമാണ്, വളരെ ചാരുതയുള്ളൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം. ഇതാണ് നിങ്ങൾക്ക് ജി സുധാകരനോടുള്ള പ്രശ്നവും. ഇത്തരം വാചകം മുഖ്യമന്ത്രിയിൽ നിന്ന് വരുമ്പോൾ അത് മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു നേതാവും ഇന്ന് CPMൽ ഇല്ല. സുധാകരൻ പലപ്പോഴും ആർജവത്തോടെ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. അതാണ് നിങ്ങൾക്ക് സുധാകരനോടുള്ള പ്രശ്നം. അമ്പലപ്പുഴയിലെ ജനങ്ങളോട് ഞാൻ വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്
ഇവിടുത്തെ ജനങ്ങൾ. സ്നേഹം കൊണ്ട് ചൊരിയുന്നവരാണ്. ജി സുധാകരൻ മന്ത്രിയായി, MLA ആയി ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വികസന കയ്യൊപ്പുകൾ ചാർത്തിയിട്ടുള്ള ഒരു നേതാവായി, പൊതുജീവിതത്തിൽ സംശുദ്ധി പുലർത്താൻ പരമാവധി പരിശ്രമിച്ച നേതാവായി, രാഷ്ട്രീയ രംഗത്ത് വെട്ടിത്തുറന്ന് അഭിപ്രായം പറയാൻ ധൈര്യം കാണിക്കുന്ന നേതാവായി ഉള്ള ജി സുധാകരനെ, ആ ജി സുധാകരനെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം അമ്പലപ്പുഴയിലെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏപ്രിൽ 9-ാം തീയതി മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളെയും മാറ്റിയെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ പുച്ഛത്തോടെ തള്ളിക്കളയും എന്നുള്ള കാര്യം സംശയമില്ല. അതായിരിക്കും റിസൾട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, കേരളം മാറാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തൊക്കെയാ പറയുന്നത്? അല്ലയോ ജി സുധാകർജി, ഇപ്പോൾ ഈ CPM ഞാൻ കഴിഞ്ഞ 2 ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നമ്മുടെ NDTVക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. NDTV കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ NDTVയിൽ കൊടുത്ത സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് അറ്റാക്ക് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടായിരുന്നു. നമുക്കറിയാം, ഈ നാട്ടിൽ വിദ്വേഷം വിളമ്പാൻ ശ്രമിക്കുന്ന ശക്തികളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അവർക്കെതിരായിട്ടുള്ള ധീരമായ പോരാട്ടം നടത്തുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിൽ വെച്ചാൽ മതി. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ED ഭയപ്പെടുന്ന, സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്നൊരു മുഖ്യമന്ത്രിയായി നിങ്ങൾ മാറി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ജി സുധാകരന് പിന്നാലെ നേരത്തെ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ, TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ, ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ, ഇപ്പോൾ ഇന്നലെ അടൂരിൽ നമ്മുടെ പഴയ MLAയുടെ ഭാര്യ പറയുന്നത് കേട്ടാൽ തോന്നും എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? സഹകരണ കൊള്ളയാണ് നടക്കുന്ന പറയുന്നത്. CPMൻ്റെ നേതൃത്വത്തിൽ സഹകരണ കൊള്ള. ആരാ പറയുന്നത്? ഉണ്ണികൃഷ്ണപിള്ള, ex-MLAയുടെ ഭാര്യ, ബാങ്ക് പ്രസിഡന്റ്. ആ ബാങ്ക് പ്രസിഡന്റാണ് പറയുന്നത്. അപ്പോൾ ജീർണിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് മാറാൻ എന്താണ് കാരണം എന്നവർ ചിന്തിക്കുന്നില്ല. അവർക്ക് വേണ്ടത് എത്ര മോശമായാലും തിരക്കിടില്ല, ഞങ്ങൾ വിചാരിക്കുന്ന തീരുമാനം മാത്രം നടപ്പിലാക്കിയാൽ മതി എന്നുള്ള തീരുമാനമാണ്. നടപ്പിലാകട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ 10 കൊല്ലമായി അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടും വേദനയും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അമ്പലപ്പുഴയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വ്യത്യസ്തമായിട്ടുള്ള ഒരു പോർമുഖം തുറക്കുന്നു. നിർഭയമായ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ശ്രീ ജി സുധാകരനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനുവദിക്കില്ല എന്നുള്ള തീരുമാനവുമായിട്ടാണ് ഞങ്ങളിത് മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പം എല്ലായിടത്തും ചർച്ചയാണ് CPM BJP ഡീല്. സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അത് കൂടുതൽ എവിഡൻ്റായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, BJPക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു സർക്കാർ ഇപ്പം ദക്ഷിണേന്ത്യയിലുണ്ടെങ്കിൽ അവരുടെ നയങ്ങളൊക്കെ PMC പദ്ധതിയൊക്കെ ഒപ്പിട്ടതുണ്ടല്ലേ, അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ആയിട്ട് പിണറായിയുടെ സർക്കാർ മാറിപ്പോയി. ആ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അപ്പോൾ ഇതൊരു വൈകാരികമായ പോരാട്ടമാണ്, ആശയപരമായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കെല്ലാവർക്കും അറിയാം, അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ സമയം വളരെ കുറച്ച് നൽകിയിട്ടാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ സമയത്ത് ഇലക്ഷൻ നടക്കുന്നത്. അത് തന്നെ ഒരു ഡിസൈനാണ് അവരുടെ. പക്ഷേ എത്ര കുറഞ്ഞ ദിവസമായാലും, ഇനി ദിവസമേ ഇല്ലെങ്കിലും, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മഹാഭൂരിപക്ഷത്തോടെ വിജയിച്ച MLA ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ UDF ഭരിക്കും.
അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. ബൂത്തുകളിൽ വീടുകളിൽ കയറണം, നുണപ്രചരണങ്ങളുമായി പറയും, കെട്ടുകഥകളുമായി അവർ വരും, എല്ലാ കള്ളപ്രചരണങ്ങളും അഴിച്ചുവിടും. നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കണമോ അതൊക്കെ അവർ ഉപയോഗിക്കും. ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരും. ആശയം മാറ്റി വെച്ചിട്ട് അവരുടെ പാപ്പരത്വം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുമായിട്ട് വരും. അപ്പോൾ പ്രദേശത്തിൻ്റെ സ്വഭാവം നോക്കിയിട്ട് അവർ വരും. പ്രിയപ്പെട്ട UDFൻ്റെ പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്കറിയാം ഇവിടെ പല സമയത്തും തെരഞ്ഞെടുപ്പുകളിൽ കഷ്ടപ്പെട്ട് അഹോരാത്രം പാടുപെട്ട് നിന്നിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ പലപ്പോഴും മർദ്ദനങ്ങൾ പോലും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചുവോ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും തയ്യാറല്ലേ? ഇത് റിക്കാർഡ് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഉറക്കമില്ല. രാപ്പകൽ അധ്വാനിച്ച് കേരളത്തിൻ്റെ ജനാധിപത്യം മാറ്റിയെഴുതുന്ന, രാഷ്ട്രീയത്തിൻ്റെ ചിത്രം മാറ്റിയെഴുതുന്ന, കേരള രാഷ്ട്രീയത്തിൻ്റെ ചിത്രം മാറ്റിയെഴുതുന്ന നിർണായകമായ നാഴികക്കല്ലാണ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ്. കേവലം അമ്പലപ്പുഴയിലെ MLA മാത്രമല്ല നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. കേരള രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. അതിനൊരുങ്ങുക, തയ്യാറാവുക. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും. ഈ കൺവെൻഷൻ ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ മധുര. എല്ലാവർക്കും നന്ദി, നമസ്കാരം.